ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സാലഡ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്ന ഒരു സാലഡാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മത്തങ്ങ ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണം പച്ചക്കായ ഇതുപോലെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് നേരിയതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. അതും ഇതിലേക്ക് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ചുരക്ക ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇതുപോലെ നേരിയതായിട്ട് മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ച പപ്പായ എടുത്തിട്ട് അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു വലുപ്പത്തിലായിരിക്കണേ മുറിച്ചെടുക്കുന്നത്. അതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതി. വിസിൽ വന്ന ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം. അതിൻ്റെ ആ പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഉടനെ നമുക്ക് അടപ്പ് തുറന്ന് മാറ്റണം. അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണല്ലോ നമ്മൾ വേവിച്ചത്. അതുമാത്രമല്ല ആ പച്ചക്കറിയുടെ ആ ഒരു സത്തൊക്കെ ആ ജ്യൂസൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. അതിനകത്ത് ഒരു നുള്ളു ഉപ്പും ഒരല്പം കുരുമുളക് ഇട്ടിട്ട് നമുക്കത് സൂപ്പ് പോലെ കുടിക്കാം. വെള്ളം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പച്ചക്കറികളെല്ലാം ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്ത ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നേരിയതായിട്ട് കേട്ടോ ഇത് അരിഞ്ഞെടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സുമാക് പൗഡറാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് നേരിയതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്തെടുത്ത ചിയ സീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറികൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് വല്ലാതെ അങ്ങോട്ട് അടിഞ്ഞു പോകുന്ന രീതിയിൽ മിക്സ് ചെയ്യാതെ കുറച്ച് പച്ചക്കറികളൊക്കെ വേവിച്ച് വെച്ച പച്ചക്കറികളായതുകൊണ്ട് തന്നെ അത് കുറച്ച് മെല്ലനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. കുക്കുംബർ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ മതി. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കുന്നതിന് പകരം നമുക്ക് ഇതേപോലെ പച്ചക്കറികളൊക്കെ വേവിച്ച് ഒരു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല സാലഡാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ള ഈ സാലഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.